Hi, എല്ലാവർക്കും എജ്യൂക്കേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കെമിസ്ട്രി ഓർഗാനിക് സീരീസിലെ പാർട്ട് 12 വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ ഡയസോണിക് സോൾട്ടിൻ്റെ റിയാക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡയസോണിക് സോൾട്ട് എന്താണെന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നമ്മൾ കണ്ടിരുന്നു. സോ നമുക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഡയസോണിക് സോൾട്ട്? ബെൻസീൻ റിങ്ങിൽ ഒരു N2Cl എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡയസോണിക് സോൾട്ട് എന്ന് വിളിക്കുന്നു. ഡയസോണിക് സോൾട്ട്. ഈ രണ്ട് എണ്ണിൻ്റെ ബിറ്റ്വീൻ ആക്ച്വലി ഡബിൾ ബോണ്ടാണ്. ഇത് നമ്മൾ ഫുൾ എക്സ്പാൻഡ് ചെയ്ത് സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഡയസോണിക് സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അനലിനിൽ HNO2 റിയാക്ട് ചെയ്യുമ്പോൾ HNO2 എന്തായിരുന്നു? നൈട്രസ് ആസിഡ് ആയിരുന്നു. HNO2 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയസോണിക് സോൾട്ട് കിട്ടും അല്ലേ? ഇത്ര നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. ഈ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ N2Cl എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നു നമ്മൾ കാണണം. N2Cl എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നു? N2Cl ഡിസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു. ഒരു വലിയ കമ്പൗണ്ട് ചെറിയ കമ്പൗണ്ടായിട്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു. സോ ഇത് ആക്ച്വലി ബ്രേക്ക് ചെയ്തിട്ട് ബെൻസീൻ വിത്ത് എ പോസിറ്റീവ് ചാർജ് ആണ് നമുക്ക് തരുന്നത്. ബെൻസീൻ വിത്ത് എ പോസിറ്റീവ് ചാർജ്. ഇത് ബെൻസീൻ കാറ്റയോൺ എന്ന് വേണമെങ്കിൽ പറയാം. സോ നിങ്ങൾക്കറിയാം ബെൻസീൻ ആക്ച്വലി ഇലക്ട്രോൺ എഫിഷ്യൻ്റ് ആണ്. 3 ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് കുറേ ഇലക്ട്രോൺ ഉണ്ട്. അത് കാരണം ഇലക്ട്രോഫൈലാണ് യൂഷ്വലി അറ്റാക്ക് ചെയ്യുന്നത്. അറ്റാക്ക് ചെയ്യുന്ന ഇവിടെ ബെൻസീൻ റിങ്. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ്, അതായത് നമ്മുടെ ന്യൂക്ലിയോഫൈൽ ആയിരിക്കും ഈ റിങ്ങിൽ അറ്റാക്ക് ചെയ്യുന്നത്. അതെന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂക്ലിയോ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ്, ഫൈൽ എന്ന് വെച്ചാൽ ലവിങ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പോസിറ്റീവ് ചാർജ് ഇഷ്ടപ്പെടുന്ന സ്പീഷീസിനെയാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ OH-, Cl-, ഇതൊക്കെ. ഇവിടെ പോസിറ്റീവ് ചാർജ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട് ഈ സ്പീഷീസ് എല്ലാം അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യും. ഈ റിങ്ങിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡയസോണിക് സോൾട്ടിൻ്റെ കേസിലെല്ലാം ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ആയിരിക്കും, ഇങ്ങനത്തെ സ്പീഷീസ് ആയിരിക്കും ഡയസോണിക് സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. കാരണം ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ബെൻസീൻ വിത്ത് പോസിറ്റീവ് ചാർജാണ് നമുക്ക് കിട്ടുന്നത്. ബെൻസീൻ കാറ്റയോൺ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇലക്ട്രോഫൈൽ അല്ല, ന്യൂക്ലിയോഫൈലാണ് ഡയസോണിക് സോൾട്ടിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ OH- സഞ്ചരിക്കുക. OH- ആണ് ആഡീവാണ്. OH- ഈ പോസിറ്റീവ് ചാർജ് ഈ കാർബണിലല്ലേ, ആ കാർബണിലായിട്ട് പോയി അറ്റാച്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് OH- അറ്റാക്ക് ആവും. ഇപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ഫിനോൾ എന്നാണ് പറയുന്നത്. സിമ്പിൾ റിയാക്ഷനാണ്. മീൻസ് ഇത് ഡയസോണിക് സോൾട്ട് എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏത് ന്യൂക്ലിയോഫൈലാണോ അതിനെ ജസ്റ്റ് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിക്കോളും. കുറച്ച് എക്സാമ്പിൾ കാണാം നമുക്ക്. ഡയസോണിക് സോൾട്ട് പ്ലസ് H2O എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെ ഒരു സ്പീഷീസ് എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ സീരീസിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പീഷീസ് ഒക്കെ എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ആയിക്കോളും. അതിനെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും, ഈസിയാണ്. H2O ഡിസോസിയേറ്റ് ചെയ്യുന്നത് H+ഉം OH- അയണുമായിട്ട്. H+ അറ്റാക്ക് ചെയ്യുമോ, OH- അറ്റാക്ക് ചെയ്യുമോ? ഈ പറഞ്ഞ കേസ് തന്നെയാണ്. പോസിറ്റീവ് ചാർജ് ഉണ്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഡയസോണിക് സോൾട്ട്. അതുകൊണ്ട് നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസ് പോയി അറ്റാക്ക് ചെയ്യും. ഇതിലേതാണ് നെഗറ്റീവ്? OH- അല്ലേ. അപ്പോൾ OH- പോയി ഡി കാർബണിൽ പോയി അറ്റാക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? നമുക്ക് ഫിനോൾ കിട്ടും പ്ലസ് N2. Ki പൊട്ടാഷ്യം ആയിട്ടോടെ എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? K+ഉം I- ആയിട്ട്. അതെന്താ K+ കിട്ടിയും I- കിട്ടതും? K എന്താണ്? പൊട്ടാഷ്യം എന്താണ്? മെറ്റലിന് എപ്പോഴും പോസിറ്റീവ് ചാർജ് വരാറുള്ളൂ. അയഡിൻ ഒരു ഹാലജനാണ്. ഹാലജൻ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ I വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. നമുക്ക് ബെൻസീൻ അയോഡൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ അയോഡോ ബെൻസീൻ എന്ന് പറയാം. പ്ലസ് N2. NaNO2 എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? NaNO2 ഡിസോസിയേറ്റ് ചെയ്തിട്ട് Na പോസിറ്റീവും NO2 നെഗറ്റീവാവും. NO2 നെഗറ്റീവ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഡയസോണിക് സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെൻസീൻ കാറ്റയോൺ ഫോം ആവും. അവിടെ നമ്മൾ NO2 പോയി അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഡയസോണിക് സോൾട്ട് റിയാക്ട് വിത്ത് NbFr. NbFr ഏത് സ്പീഷീസ് ആയിരിക്കും, ഏത് നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്? ഫ്ലൂറിൻ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലൂറിൻ ആയിരിക്കും. ആ ഫ്ലൂറിൻ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും.
നമുക്ക് ഫ്ലൂറോബെൻസീൻ കിട്ടും. ഈ റിയാക്ഷൻ്റെ പേരുണ്ട് പിന്നെ ബാൾസ്-സ്കീമാൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അടുത്ത റിയാക്ഷൻ നോക്കൂ. ഡയസോണിയം സോൾട്ട് റിയാക്ട് വിത്ത് ഗ്രിഗ്നാർഡ്സ് റിയേജൻറ്റ്. RMgxനെ നമ്മൾ ഗ്രിഗ്നാർഡ്സ് റിയേജൻറ്റ് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? R നെഗറ്റീവ് Mgx പോസിറ്റീവായിട്ട്. R ഒരു നെഗറ്റീവ് സ്പീഷീസ് അതിവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. R യൂഷ്വലി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ് വരുന്നത്. ബട്ട് ഗ്രിഗ്നാർഡ്സ് റിയേജൻ്റെ കേസിൽ R നെഗറ്റീവ് എന്നാണ് വരുന്നത്. ഡയസോണിയം സോൾട്ട് റിയാക്ട് വിത്ത് H2S. H2S എങ്ങനെയാണ് സ്പ്ലിറ്റ് ആകുന്നത്? H+ഉം HS- ആയിട്ട്. HS- ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് കിട്ടും? ബെൻസീൻ ഇവിടെ SH പ്ലസ് N2. ഈസി അല്ലേ? അടുത്ത കേസ് നോക്കുക. ഡയസോണിയം സോൾട്ട് റിയാക്ട് വിത്ത് CuCl. CuCl സ്പ്ലിറ്റ് ആയിട്ട് എന്താവും? Cu+ഉം Cl- റിയാക്ട് സ്പ്ലിറ്റ് ആവും. Cl- ആണ് അവിടുത്തെ ന്യൂക്ലിയോഫൈൽ. അത് പോയിട്ട് ഡയസോണിയം സോൾട്ടുമായിട്ട് അറ്റാക്ക് ചെയ്യും. റീസൺ അറിയാമല്ലോ. കാരണം ഡയസോണിയം സോൾട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബെൻസിൻ കാറ്റയോൺ ആണ് തരുന്നത്. അത് പോസിറ്റീവ് ചാർജിനോട് നെഗറ്റീവ് ചാർജിലെ സ്പീഷീസ് പോയി അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീനുണ്ട്, ഇവിടെ Cn ഉണ്ട്, പിന്നെ നമ്മുടെ N2 റിലീസാവും. ഇവിടെ സെയിം ആണ്. Cൻ്റെ സ്ഥലത്ത് Br ആയെന്നേ ഉള്ളൂ. Cu+ഉം Br-. Br- പോയി അറ്റാക്ക് ചെയ്യും. എന്ത് കിട്ടും? നമുക്ക് ബ്രോമോബെൻസീൻ കിട്ടും. ബ്രോമോബെൻസീൻ പ്ലസ് N2. അടുത്ത കേസ് നോക്കുക. CuCl, Cu+ഉം Cn-. ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ആ കോൺസെപ്റ്റ് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് റിയാക്ടൻ്റ് ഇങ്ങനെ തന്നാലും അത് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ന്യൂക്ലിയോഫൈൽ ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. ഈസി ആണല്ലോ. അപ്പോൾ ഈ 3 റിയാക്ഷൻ ഉണ്ടല്ലോ, ഈ മൂന്ന് റിയാക്ഷന് നമുക്കൊരു പേരുണ്ട്. അതാണ് സാൻഡ്മേഴ്സ് റിയാക്ഷൻ. ഈ 3 റിയാക്ഷൻ്റെ പേരാണ് സാൻഡ്മേഴ്സ് റിയാക്ഷൻ. അത് റിയാക്ടൻ്റ് ഓർത്ത് വെക്കണം. CuCl, CuBr, CuCl ഈ 3 ഡയസോണിയം സോൾട്ടുമായിട്ട് റിയാക്റ്റീവ് ആണെങ്കിൽ അതിന് നമ്മൾ സാൻഡ്മേഴ്സ് റിയാക്ഷൻ എന്ന് പറയും. അതുപോലെ NBF4 റിയാക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ ബോൾസ്-സ്കീമാൻസ് റിയാക്ഷൻ എന്നും പറയും. അപ്പം അത്രയും മനസ്സിലായെങ്കിൽ ഇനി നമുക്കൊരു 2-3 റിയാക്ഷനുകളുണ്ട്. അതും കൂടെ പഠിക്കുകയാണെങ്കിൽ ഡയസോണിയം സോൾട്ടിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ ഈ പോർഷന് യൂഷ്വലി കൺവേർഷനാണ് തരുന്നത്. സീരീസ് ഓഫ് കൺവേർഷൻ. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് ബെൻസീൻ തന്നേക്കാം, ലാസ്റ്റ് പ്രൊഡക്റ്റ് തന്നേക്കാം. അപ്പം നടുക്കത്തെ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങളോട് ഗസ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ കുറച്ച് കൺവേർഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ റിയാക്ഷൻ അല്ലാതെ 2-3 റിയാക്ഷൻ എക്സ്ട്രാ നിങ്ങൾക്ക് അറിയണം. അപ്പോഴേ നിങ്ങൾക്ക് ആ ക്ലിക്ക് ആകത്തുള്ളൂ. ജസ്റ്റ് കാണുമ്പോൾ തന്നെ ക്ലിക്ക് ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് റിയാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളെങ്ങനെയായിരുന്നു ഡയസോണിയം സോൾട്ടിൻ്റെ പ്രൊഡക്ഷൻ കണ്ടേ? അനിലീൻ എന്തിൻ്റെ കൂടെ റിയാക്റ്റീവ് HNO2 കൂടെ റിയാക്റ്റീവ് നമുക്ക് എന്ത് കിട്ടിയത്? N2Cl കിട്ടി അല്ലേ? ആക്ച്വലി നമുക്ക് ബെൻസീൻ ഡയറക്റ്റ് എന്ത് കിട്ടാം? ഡയസോണിയം സോൾട്ട് നമുക്ക് കിട്ടാം. പക്ഷേ അതിൻ്റെ ഇവിടെ നമുക്ക് റിയാക്റ്റൻ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ HNO2 ആയിരുന്നു. ഇവിടെ HNO2 വിത്ത് HCl ആകണം. അതല്ലെങ്കിൽ NaNO2 വിത്ത് HCl ആകണം. ടെമ്പറേച്ചർ 0 to 5 ഡിഗ്രി സെൽഷ്യസ് ആകണം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ബെൻസീനിൽ നമുക്ക് ഡയസോണിയം സോൾട്ട് കിട്ടാൻ സാധിക്കും. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ഇത് കൂടാതെ 2-3 റിയാക്ഷനുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. അടുത്താണ് റിഡക്ഷൻ. എന്തിൻ്റെ റിഡക്ഷൻ? ഡയസോണിയം സോൾട്ടിൻ്റെ റിഡക്ഷൻ. ഇതാണ് നമ്മുടെ ഡയസോണിയം സോൾട്ട് N2Cl. ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ മെയിൻലി ഹൈഡ്രജൻ ആഡ് ചെയ്യുക. ഹൈഡ്രജൻ ആഡ് ചെയ്യണമെങ്കിൽ ഹൈഡ്രജനുള്ള സ്പീഷീസ് വേണം നമുക്ക്. അതുകൊണ്ട് നമ്മൾ H3PO2 എടുക്കണം. ഏതൊരു റെഡ്യൂസിങ് ഏജൻറ്റ് ഒത്തിരി ഉണ്ട്. ഏതെങ്കിലും എടുത്താൽ ഒക്കത്തില്ല. H3PO2 തന്നെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയസോണിയം സോൾട്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ബെൻസീൻ ആക്കാൻ പറ്റും. ഈ ബെൻസീൻ നമുക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്ത് പിന്നെ ഡയസോണിയം സോൾട്ട് ആക്കാൻ പറ്റും. ഈ 2 റിയാക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക കുറേ കൺവേർഷൻസും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഡയസോണിയം സോൾട്ടിന് ബെൻസീനാക്കി ബെൻസീനെ തിരിച്ച് ഡയസോണിയം സോൾട്ട് ആക്കാം. അപ്പോൾ അത് ഈ 2 റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ
ഓൾമോസ്റ്റ് കൺവേർഷൻ എല്ലാം ആയി. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു റിയാക്ഷൻ ഓർത്ത് വെക്കണം, അതാണ് നൈട്രോബെൻസിൻ്റെ റിഡക്ഷൻ. നൈട്രോബെൻസിൻ എന്ന് വെച്ചാൽ ബെൻസീൻ റിങ്ങിൽ NO2 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ നമ്മൾ നൈട്രോബെൻസിൻ എന്ന് പറയും. അപ്പം നൈട്രോബെൻസിൻ്റെ റിഡക്ഷൻ നമ്മൾ ഇത്രയും നേരം ഡയസോണിസോളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും നൈട്രോബെൻസിന് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. പക്ഷേ അത് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിക്കോളും. ഇവിടെ നമ്മുടെ റെഡ്യൂസിങ് ഏജൻറ്റ് ഏതായിരുന്നു? H3PO2 ആയിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ SN അതിൻ്റെ ഇവിടെ HCl. ഇതാണ് ഇവിടുത്തെ നമ്മുടെ റെഡ്യൂസിങ് ഏജൻറ്റ്. ഈ ഏജൻറ്റ് തന്നെ വേണം, വേറെ ഒന്നും വന്നാൽ ഈ റിയാക്ഷൻ വർക്കൗട്ട് ആകത്തില്ല. നൈട്രോബെൻസിൻ SN വിത്ത് HCl റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അനിലീൻ കിട്ടും. എന്ത് കിട്ടും? അനിലീൻ കിട്ടും. അപ്പോൾ ഈ അനിലീൻ നമുക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഡയസോണിയം സോൾട്ട് ഉണ്ടാക്കാമല്ലോ, ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നൈട്രോബെൻസിൻ നമുക്ക് ഡയസോണിയം സോൾട്ടും പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇത്ര റിയാക്ഷൻ ഉണ്ട്, ഇത്ര ആയില്ലെങ്കിൽ അത്യാവശ്യം കൺവേർഷനൊക്കെ നമ്മുടെ ആയി. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കോമ്പൗണ്ട് നമുക്ക് വന്നിട്ടുണ്ട് ബെൻസീനാണ്. റിയാക്റ്റിന് വന്നിട്ടുണ്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. നമ്മുടെ ഒന്നാമത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇവിടെ റെഡ്യൂസ് ചെയ്യുവാണ് SN-ഉം HCl-ഉം. ആ പ്രൊഡക്റ്റ് ചെയ്യുന്നു HNO2 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് പ്രൊഡക്റ്റ് കിട്ടും. അതിൽ നമുക്ക് പിന്നെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബെൻസീൻ തന്നെ കിട്ടും. അപ്പോൾ ഇത് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു നിർത്തി ആ റിയാക്ഷൻസ് എല്ലാം യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺവേർഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കണം, കിട്ടുന്നുണ്ടോ, എന്നിട്ട് വേണം നിങ്ങൾക്ക് ആൻസർ നോക്കാൻ. അപ്പോഴേ അത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബെൻസീൻ്റെ കൂടെ HNO3 H2SO4. നോർമലി HNO3 എന്നാണെങ്കിൽ H2SO4 ഇല്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെ സ്പ്ലിറ്റ് ആയേനെ? H+ഉം NO3- സ്പ്ലിറ്റ് ആയേനെ, ഒരു ആസിഡ് സ്പ്ലിറ്റ് ചെയ്യുന്ന കൂട്ട്. ബട്ട് ഈ രണ്ട് കോമ്പിനേഷൻ വരുമ്പോൾ HNO3 ഒരു ബേസ് സ്പ്ലിറ്റ് ചെയ്യുന്ന കൂട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. ബേസ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? OH- അയൺ തരത്തില്ലേ? അപ്പോൾ HNO3 സ്പ്ലിറ്റ് ആയിട്ട് OH- അയണും തരും, അതിൻ്റെ കൂടെ ബാക്കി എന്തുണ്ട്? NO2+ തരും. ഈ NO2+ ആണ് നമ്മുടെ OH- തരും, NO2+ തരും. NO2+ ഇവിടെ റിയാക്ട് ചെയ്യും, ബെൻസീൻ റിങ്ങിൽ റിയാക്ട് ചെയ്യും. അതെന്താ OH- റിയാക്ട് ചെയ്യാൻ ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിംഗ് വിത്ത് പോസിറ്റീവ് ചാർജ് അല്ല. ബെൻസീൻ റിംഗ് വിത്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ OH- റിയാക്ട് ചെയ്തേനെ. ഇവിടെ വെറും ബെൻസീൻ റിംഗ് ആണ്, അത് ഇലക്ട്രോൺ റിച്ച് റിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് റിംഗ് ആണെങ്കിൽ എന്താണ്? ഇലക്ട്രോഫൈലാണ് വന്ന് അറ്റാക്ക് ചെയ്യേണ്ടത്. NO2- ഒരു ഇലക്ട്രോഫൈലാണ്, അതുകൊണ്ട് NO2+ പോയി അറ്റാക്ക് ചെയ്യും. NO2+ പോയി അറ്റാക്ക് ചെയ്തിട്ട് എന്താകും? ഇവിടെ നൈട്രോബെൻസീൻ ആകും, അതായത് ബെൻസീൻ വിത്ത് NO2. നൈട്രോബെൻസീൻ റെഡ്യൂസ് ചെയ്യുക SN വിത്ത് HCl. നമ്മൾ എന്തായിരുന്നു കണ്ടായിരുന്നു? നൈട്രോബെൻസീനെ SN HCl വെച്ച് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനിലീൻ കിട്ടും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് പ്രൊഡക്റ്റായിട്ട് അനിലീൻ കിട്ടും, NH2. NH2 വിത്ത് ബെൻസീൻ റിംഗ്, അതായത് അനിലീനെ നമ്മൾ HNO2 ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഡയസോണിയം സോൾട്ട് കിട്ടും അല്ലേ? നമ്മൾ കുറേ നേരം ഇപ്പം പറയുന്നു. അതിനെ നമ്മൾ വീണ്ടും റെഡ്യൂസ് ചെയ്യുക H3PO2 വെച്ച്, അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? ബെൻസീൻ റിംഗ് കിട്ടും. അപ്പോൾ ഈ റിയാക്ഷൻ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ പുതുതായിട്ട് കണ്ടത്, അതായത് നൈട്രോബെൻസീൻ്റെ പ്രൊഡക്ഷൻ. ഇവിടെ നമ്മൾ നൈട്രോബെൻസിൻ്റെ റിഡക്ഷൻ കണ്ടു, ഇവിടെ നമുക്ക് നൈട്രോബെൻസിൻ്റെ പ്രൊഡക്ഷൻ കണ്ടു. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ തിരിച്ച് ബെൻസീനിൽ തന്നെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു കൺവേർഷൻസിൻ്റെയും ഡയസോണിയം സോൾട്ടിൻ്റെയും ബേസിസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ. അപ്പോൾ ഇത്ര റിയാക്ഷൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി ഡയസോണിയം സോൾട്ടിൻ്റെ ഏത് റിയാക്ഷൻ വന്നാലും നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഏത് കൺവേർഷൻ വന്നാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സീരീസിലുള്ള ബാക്കി വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.